അള്ളാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി, നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ, അള്ളാഹുവിനെ പറ്റി ചോദിച്ചാൽ, അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു. പറയുക എന്ന് പോലും പറഞ്ഞിട്ടില്ല. അള്ളാഹു ഡയറക്റ്റ് നമ്മോട് പറയാണ്, അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തുള്ളവനാകുന്നു. നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ കൂടുതൽ അടുത്ത് ഞാനുണ്ട്. പിന്നെ എന്തിനാണ് ഈ മരിച്ചുപോയവർ, എന്തിനാണ് ഈ വിഗ്രഹങ്ങൾ? അള്ളാഹു പോരെ നമ്മളെ സൃഷ്ടിച്ച് നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊടുന്നു. അള്ളാഹു പോരെ നമുക്ക് ഉപജീവനം നൽകുന്നത് അവനാണ്, നമ്മളെ മരിപ്പിക്കുന്നത് അവനാകുന്നു. വീണ്ടും അവൻ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മൾ ആരാധിച്ചിരുന്ന ഇവരും നമ്മുടെ കൂടെ ഉണ്ടാകും. അവർ പറയും, ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത്, ഞങ്ങൾ നിരപരാധി. അപ്പോൾ എന്തു ചെയ്യും? അതിനാൽ ഉജീബ് ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. ഇടയിൽ ഒന്നും വേണ്ട, ഒരു ജാറും വേണ്ട, ഒരു മഹാൻ വേണ്ട, ഒരു ചിത്രം വേണ്ട, ഒരു വിഗ്രഹം വേണ്ട. ഡയറക്റ്റാണ്. എല്ലാത്തിനേക്കാളും കൂടുതൽ നിങ്ങളെപ്പറ്റി അറിയുന്നവൻ, നിങ്ങളെ പര്യവസാനം അറിയുന്നവൻ അള്ളാഹുവാണ് പറയുന്നത്. നിങ്ങൾ ഉജീബ് ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. വേറെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ, അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണത്. പ്രാർത്ഥനയിൽ അള്ളാഹുവിനും മനുഷ്യർക്കും ഇടയ്ക്ക് യാതൊരു മധ്യവർത്തിയുടെയും ആവശ്യമില്ലെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. അന്നി ഫഇന്നി ഖരീബ്, നിങ്ങളോട് ഏറ്റവും അടുത്തായി ഞാനുണ്ട്. ഇതാണ് അള്ളാഹു മാത്രം മതി. ഇടയ്ക്ക് ആരും വേണ്ട, ബദരീങ്ങളെ വേണ്ട, മൊഹിദ്ദീൻ ഷെയ്ഖിനെ വേണ്ട, ശ്രീരാമനും ശ്രീകൃഷ്ണനും ദേവിദേവന്മാരും വേണ്ട, സിയമടൂരിനെ വേണ്ട, ആരും വേണ്ട. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി, ഞാനിത് അവനിൽ ഭരമേൽപ്പിക്കുന്നു.